അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ വാളെടുക്കുമ്പോൾ അതിലും വലിയൊരു പരിച തീർക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വ്യാപാര കരാറിലേക്കാണ് ഇന്ത്യ ചുവടുവയ്ക്കുന്നത്. അമേരിക്ക വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ യൂറോപ്പിന്റെ വമ്പൻ വാതിലുകൾ ഇന്ത്യക്കായി മലർക്കെ തുറക്കപ്പെടുന്നു. ട്രംപിന്റെ ഭീഷണികൾക്ക് ഇന്ത്യ നൽകുന്ന മറുപടി വാക്കുകളിലൂടെയല്ല, മറിച്ച് ചരിത്രപരമായ ഒരു നയതന്ത്ര നീക്കത്തിലൂടെയാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബ്രസൽസിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കരാറിലെ 24 അധ്യായങ്ങളിൽ 20 എണ്ണത്തിലും ഇരു വിഭാഗവും ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇനി വെറും ദിവസങ്ങൾ മാത്രം. ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ ലോകം ഉറ്റുനോക്കുന്ന ആ കൈകൊടുക്കൽ നടക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥികളായി എത്തുന്നത് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ ലൂയിസ് സാന്റോസും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈനുമാണ്. ജനുവരി 27 നടക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചരിത്ര കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വെറും ഒരു കരാറല്ല, ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന്റെ പുതിയ വിളംബരമാണ്. എന്തുകൊണ്ടാണ് ഈ കരാർ ഇപ്പോൾ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്? ഇതിന്റെ ഉത്തരം അമേരിക്കയുടെ പുതിയ നിലപാടുകളിലാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്ത ശേഷം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് മാത്രമായിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ കാടൻ നയങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാൻ മോദി സർക്കാർ തയ്യാറായില്ല. അമേരിക്ക തീർത്ത പ്രതിസന്ധിയെ യൂറോപ്പുമായി അടുക്കാനുള്ള അവസരമാക്കി ഇന്ത്യ മാറ്റി. 2025 തന്നെ 3 സുപ്രധാന കരാറുകൾ പൂർത്തിയാക്കിയ ന്യൂഡൽഹി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറും അതിവേഗം പൂർത്തിയാക്കി. ട്രംപിന് ശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ വിപണിയിലെ നഷ്ടം അതിലും വലിയ യൂറോപ്യൻ വിപണിയിലൂടെ നികത്താനുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ്. ഈ കരാർ നിലവിൽ വരുന്നതോടെ ലോകത്തിലെ സാമ്പത്തിക ഭൂപടം തന്നെ മാറി മറിയും. കണക്കുകൾ കേട്ടാൽ ആരും അമ്പരക്കും. $19.5 ട്രില്യൺ വലിപ്പമുള്ള യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയും 4 ട്രില്യണിലധികം വലിപ്പമുള്ള അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമാണ് ഇവിടെ ഒന്നിക്കുന്നതെന്ന് ഓർക്കണം. യൂറോപ്പിലെ 45 കോടി ജനങ്ങളും ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും, അതായത് ലോക ജനസംഖ്യയുടെ 25% വരുന്ന ഒരു വിപണിയാണ് ഈ കരാറിലൂടെ തുറക്കപ്പെടുന്നത്. 2030 ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണിയായി ഇന്ത്യ മാറും. ആ ഇന്ത്യയിലേക്ക് യൂറോപ്യൻ ഉൽപ്പന്നങ്ങളും യൂറോപ്പിലേക്ക് ഇന്ത്യൻ സേവനങ്ങളും നിർബാധം ഒഴുകും. 1991 ആഗോളവൽക്കരണത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക മുന്നേറ്റമായിരിക്കും ഇതെന്നതിൽ തർക്കമില്ലാത്ത കാര്യം. ചുരുക്കത്തിൽ ഉപരോധങ്ങളും നികുതികളും കൊണ്ട് ഇന്ത്യയെ തളച്ചിടാമെന്നത് വെറും വ്യാമോഹമാണെന്ന് ഈ കരാർ തെളിയിക്കുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇനി വെറും വേറൊരു തലത്തിൽ തന്നെയായിരിക്കും. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ ഉയരുന്നത് ദേശീയ പതാക മാത്രമല്ല, ഇന്ത്യയുടെ ആത്മവിശ്വാസം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.